ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറ ജംഗ്ഷനിൽ തന്നെ KE ഗ്രൂപ്പ് എന്ന ഒരു സ്ഥാപനത്തിലാണുള്ളത്. ഇവിടുത്തെ 3 സാരഥികളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നൗഫൽ എന്താണ് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച്, എന്താണ് അതിനെ കുറിച്ചല്ല, നമ്മൾ ഈ ഒരു ബിസിനസ് ഒരു എന്താ പറയുക, വെജിറ്റബിൾസ് ആണ് അല്ലേ? അത് ശരിക്കും ഡെയിലി നമ്മൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം ഈ സാധനം. എന്തിനെങ്കിലും കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡാമേജ് ആയി പോകും. അപ്പൊ അതിന്റെ ആയിട്ടൊരു പോരായ്മകൾ വരും. നമുക്ക് ഒരു ഇപ്പൊ പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്ന സാധനം നമുക്ക് 2-ാം ദിവസം കൊടുത്താൽ ഇപ്പൊ ആർക്കും മനസ്സിലാവും. തീർച്ചയായിട്ടും ഇങ്ങനെ കൊടുക്കാം. നമുക്ക് അതനുസരിച്ച് കീപ്പ് ചെയ്യുക. ഓർഡർ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഫ്രഷ് സാധനം അവൈലബിലിറ്റി എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും നല്ല സാധനം കസ്റ്റമറിലേക്ക് എത്തിക്കുക. അവരുടെ ഹാപ്പിനെസ്സും എല്ലാം നമുക്കാണ്. അതാ മാത്രമേ നമുക്കൊരു വിജയം. തീർച്ചയായിട്ടും. പിന്നെ അതാണ് KEയുടെ വിജയം. തീർച്ചയായിട്ടും അല്ലേ? ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അല്ല, നിങ്ങൾ ടോട്ടലി എല്ലാവരും ഫാമിലി തന്നെയാണോ ഇത് ബിസിനസ് എല്ലാവരും ചെയ്യുന്നത്? അല്ല, എല്ലാവരും കസിൻസ്? ഓക്കെ. കർഷകരാണല്ലോ നമ്മളെ മെയിൻ ഘടകം അല്ലേ? ഏറ്റവും ഈ രാജ്യത്തിന് നിലനിൽപ്പ് തന്നെ ഈ രാജ്യത്തെ കർഷകരാണ്. അവരെ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പം അതേപോലെ നമ്മൾക്കിവിടെ വരുന്നതും അല്ലേ, നമ്മളെ ഈ ഐറ്റംസ് വരുന്നതും അവരുടെ ഒരു അധ്വാനത്തിന്റെ ഒരു ഫലം കൊണ്ടാണ്. തീർച്ചയായിട്ടും അല്ലേ? നമ്മള് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു എങ്ങനെയാണ് അവരുടെ ബിഹേവ് ചെയ്യേണ്ടതും അല്ലേ? നമ്മൾ ഇത് കർഷകരിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു, നമ്മൾ അവർക്ക് മറ്റു കസ്റ്റമർക്ക് കൊടുക്കുന്നു. അതാണ് ഒരു റൊട്ടീൻ ബിസിനസ്. അല്ല, എല്ലാവരും ഒരു കിടക്കയില്ല. അവർക്ക് അവരുടെ ഒരു ഹാപ്പിനെസ് നമുക്ക് ശരിക്കും ഇതുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവര് എന്ത് നല്ലൊരു മാർക്കറ്റിൽ എത്ര ഡിമാൻഡുള്ള സാധനവും നമ്മുടെ കയ്യിലേക്ക് അല്ല നമ്മുടെ KE ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് തന്നെ നമ്മൾ നല്ലൊരു പ്രൈസ് ഇട്ട് കൊടുക്കും. നമുക്ക് അത് നല്ല സാധനം കിട്ടും, നാടൻ സാധനം കിട്ടും. അത് നമുക്കും ഒരു തീർച്ചയായിട്ടും ബെനിഫിറ്റാണ്. ഈ സാധനം കൊടുക്കാനും മാർക്കറ്റിലേക്ക് കൊടുക്കാനും. നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ നമ്മളിപ്പോ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 3 പേര് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ നമ്മളിവിടെ ഹോൾസെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കച്ചവടം ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ നോക്കണം. പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റമറെ നമ്മൾ കീപ്പ് ചെയ്യണം. അങ്ങനെയാണല്ലോ ഹോൾസെയിലും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പൊ അത്രയും നല്ല ക്വാളിറ്റി സാധനം, ഏറ്റവും നല്ല സെലക്റ്റീവ് സാധനം എടുത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഒരു കച്ചവടത്തിന് നാളെയും അവര് തീർച്ചയായിട്ടും ഇപ്പൊ ഒരു കാറ്ററിംഗ് അല്ലെങ്കിൽ ഒരു കല്യാണം ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വില കുറവുണ്ട് എന്നുള്ള ഒരു ഇത് വരുക വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലേക്ക് തന്നെ വരുള്ളൂ കസ്റ്റമർ. അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ല, നമ്മുടെ പ്രവൃത്തിയിൽ കൂടി അവരെ ബോധ്യപ്പെടുത്തണം. ഏത് നല്ല ക്വാളിറ്റി സാധനമായിരിക്കണം, ന്യായമായ വില. അവർ ഈ ലിസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ കാറ്ററിംഗ് വീഡിയോ നടത്തണമെങ്കിൽ ഇത് കൊണ്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ചോദിക്കും പച്ചക്കറി എവിടെ നിന്നാണ്. അപ്പോൾ മേടിക്കാൻ പോലും പറയും ഇന്നടുത്തുനിന്നാണ്. അപ്പോൾ അവരൊരു സപ്പോർട്ട് നമ്മൾക്ക് ഉണ്ടാവും. ഏത് അവിടെ നല്ല ഐറ്റാണ്, വില കുറവാണെന്ന് അവർ പറയണമെങ്കിൽ നമ്മളത് ഇവരോട് കാണിക്കണം. തീർച്ചയായിട്ടും അതെ, നമ്മൾ വരുന്ന കസ്റ്റമർ അടുത്ത് അതുപോലെ നമ്മൾ അത് അവർക്ക് അനുഭവപ്പെടണം, ബോധ്യപ്പെടണം. എങ്കിലാണ് അത് നമുക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടുള്ളൂ. ഈ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. അവർക്ക് പച്ചക്കറി ആവശ്യം വരുമ്പോൾ അവരാദ്യം നമ്മൾ മെമ്മറിയിൽ നമ്മളുടെ പേര് വരണം. അതെ മനസ്സിലെപ്പോഴും അത് പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ KEന്ന് ആദ്യം പറഞ്ഞ പോലെ അങ്ങോട്ട് പോകുന്തോറും ഞങ്ങൾ പുതിയ ബ്രാഞ്ചുകൾ അങ്ങ് തുടങ്ങുമ്പോൾ അങ്ങനെ ആവണം അല്ലേ? ഒരു സ്ഥലത്ത് ഇപ്പൊ തൃപ്പൂണിത്തുറ 4 വർഷമായി. ഒരു 80% ആൾക്കാർക്ക് KE പച്ചക്കറി കിട്ടും. അവിടെ ഏത് സമയത്ത് പോയാലും ഐറ്റം അവൈലബിൾ ആണ്. അത് നമ്മള് രാവിലെ എത്ര മണി തൊട്ട് വൈകിട്ട് എത്ര മണി വരെയാണ് നമ്മുടെ ഓപ്പണിംഗ് ടൈം? ഞങ്ങളുടെ തലയോളപ്പുറമുള്ള ബ്രാഞ്ച് വെളുപ്പിന് 4 മണിക്ക്, വൈകിട്ട് 9 മണിയാണ്. ഇവരുടെയൊക്കെ വരാനൊരു 7 മണി രാവിലെ. അവിടെ ഹെഡ് ഓഫീസ് ആയതുകൊണ്ട് കുറേ ഐറ്റംസൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് വെളുപ്പിനെ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യും. ഇവരൊക്കെ ഒരു 7 മണി, വൈകിട്ട് ഒരു 8-9 മണി വരെ. നമ്മളുടെ മെയിനായിട്ടൊരു പാർട്ടുണ്ട്, അതല്ലെങ്കിൽ മാർക്കറ്റ് ദിവസം അല്ലേ? അത് ഏത് ദിവസങ്ങളിലൊക്കെയാണ് KEയുടെ? ഇപ്പം മെയിനായിട്ട് മാർക്കറ്റ് ദിവസം മെയിനായിട്ട് തിങ്കളാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസമാണ്. വേറെ ഇങ്ങനെ മാർക്കറ്റ് തന്നെ ഇപ്പോൾ ഒരു പേരുണ്ട്, അത് ചൊവ്വാഴ്ച. ഇപ്പം ഇവിടെ ആണെങ്കിലും തിങ്കളും പേരാണ് ഇവിടെ മാർക്കറ്റ്. ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. സൺഡേ ദിവസങ്ങളൊക്കെ ഉണ്ടോ? സൺഡേ ദിവസം ഞങ്ങളുടെ ബ്രാഞ്ച് എല്ലാം ഉണ്ട്, ഞങ്ങളെല്ലാം വർക്കിംഗ് ഡേ ആണ് ഞങ്ങൾക്ക്. അത് പല ടൈപ്പ് കസ്റ്റമറുണ്ട്. ചിലർ ഭയങ്കര അരിശക്കാരായിരിക്കും, ചിലർ ക്ഷമയുള്ളവരായിരിക്കും, ചിലർ നമ്മളോട് സഹകരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ പല സൈസ്. അത് നമ്മൾ അവരുടെ ഒരു ഇതറിഞ്ഞിട്ട് നമ്മൾ ആ കസ്റ്റമറിനോട് ഡീൽ ചെയ്യുക.
ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഫീൽഡ്, ഏത് ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ട്. എങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ ആദ്യമായിട്ട് വരുന്ന അറിയാം അത് ഇതിനകത്ത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, നമ്മൾ കള്ളത്തരം കാണിക്കാതിരിക്കുക. എന്ത് കോമ്പറ്റീഷൻ വന്നാലും നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. നമുക്ക് നമ്മുടെ നിലപാടുകൾ അതുണ്ടെങ്കിൽ ഒരിക്കലും മോശം വരില്ല. നമുക്ക് കസ്റ്റമറെ ബോധ്യപ്പെടുത്തണം. തീർച്ചയായിട്ടും നമ്മൾ ആ നിലപാട് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ദോഷം വരികയില്ല. വെജിറ്റബിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി പർച്ചേസ് ചെയ്യാം. ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾക്ക് ഒരാഴ്ച ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ മതി. ക്രോസ്ഫേക്ക് ആണെങ്കിൽ ഒരാഴ്ച പർച്ചേസ് ഒരു ദിവസം ചെയ്താൽ മതി. ആ ഒരാഴ്ച ചിലപ്പോൾ അവർക്ക് വിൽക്കാൻ സാധനം കാണും. ഇതാ പച്ചക്കറി അല്ല, ഡെയിലി പർച്ചേസ് ചെയ്യാം ഈ ഫ്രൂട്ട്സും. അപ്പൊ അത് അപ്പൊ അത് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ആൾക്കാർക്ക് കൊടുക്കാനും പറ്റും അല്ലേ? അതുകൊണ്ട് തന്നെ എന്താ പറയാ, ആൾക്കാർക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇപ്പൊ നമുക്ക് 5 ബ്രാഞ്ചുകളുണ്ടല്ലേ, നമുക്ക് എവിടെയൊക്കെ ഡെലിവറി ഉണ്ടോ? നമ്മള് ഡെലിവറി മീനിങ്സ് ഞങ്ങള് ഹോൾസെയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. എവിടം വരെ, എത്ര ദൂരം വരെ പോകും? അങ്ങനെയൊന്നും ഇതൊന്നുമില്ല അതിനകത്ത്. ഞങ്ങള് ആണെങ്കിലും ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിലും അല്ലേ, ബൾക്ക് ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിലാണല്ലോ നമുക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റും അല്ലേ? അത് നമ്മൾ അവരുടെ ക്വാണ്ടിറ്റി നോക്കി നമ്മൾ അതിന്റെ ഇത് നോക്കിയിട്ട് നമ്മൾ ചെയ്യും. അത് കൊച്ചു ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ നമ്മൾ ആ കസ്റ്റമറിനെ നിലനിർത്തണമല്ലോ. അവര് നാളെ നമ്മളടുത്ത് വരുമല്ലോ. ഇപ്പൊ ആദ്യം ക്വാണ്ടിറ്റി കുറവാകുമ്പോൾ നമ്മൾ അവരെ ഉപയോഗിക്കാറില്ല, നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് കഴിവതും. അതിനകത്ത് ടൈം ഒരു വിഷയമാണ്. അവരെ പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ പറയുന്ന ക്വാണ്ടിറ്റി എത്തിച്ചു കൊടുക്കുക. അതിനുള്ള സ്ഥാപനം സംവിധാനങ്ങളൊക്കെ ചെയ്യുവാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചറിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ബ്രാഞ്ചുകൾ പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക. അതാണ് ഫ്യൂച്ചർ പ്ലാൻ. ഇനി നമുക്ക് ഫാമിലിയിലേക്ക് കിടക്കാം. ആരൊക്കെയുണ്ട് വീട്ടില്? പിന്നെ എൻ്റെ മോനുണ്ട്, വൈഫുണ്ട്, മോൻ്റെ വൈഫുണ്ട്. ഫാദർ ഉണ്ടോ ഇപ്പോഴും? ഫാദറും ഇല്ല, മരിച്ചുപോയിട്ടൊരു 4 വർഷമായി. എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? 100%. അല്ലെങ്കിൽ ഞങ്ങൾക്ക് 4 മണിക്ക് എഴുന്നേറ്റ് വന്ന് ഇതിന് വർക്ക് ചെയ്യാൻ. ഇത് ശരിക്കും വല്ലാത്തൊരു ബിസിനസ് അല്ലേ? നമ്മുടെ രാവിലെ തന്നെ അതല്ല, ഞങ്ങൾക്ക് ചിലപ്പോൾ 2 മണിക്ക് 1 മണിക്കൊക്കെ ചിലപ്പോൾ ഫോൺ വരും. ഞങ്ങളുടെ വണ്ടികൾ ലൈനിലാണ്, ഓൺ ദ വേ ആണ്. അവിടെ നിന്നൊക്കെ നൈറ്റിലാണ് വണ്ടി വിടുന്നത്. മോട്ടോർ വാഹനമല്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കും. ചിലപ്പോൾ 2 മണിക്കാണെങ്കിൽ ഡ്രൈവർ വിളിക്കണത്, വണ്ടി ഇന്ന അടുത്ത് നിൽക്കുവാണ്, ഇന്ന സംഭവിച്ചു. പിന്നെ നമ്മൾ അന്നേരം മുതൽ ഇതിന് പുറകെയാണ്. അപ്പോൾ എന്താണ് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ഷമ വേണം ഇതിന്. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ. അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ അത് മിക്കവാറും ഒരാഴ്ച, ഒരു ദിവസം, അല്ലെങ്കിൽ 1 മാസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അപ്പം മുതൽ ഇതിന് പുറകെ നിന്നിട്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതൊന്നും നടപടി ആകുകയില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കേസാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 100% അവരെല്ലാവരുടെയും സപ്പോർട്ടിൽ കൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പോകണം. ഏതൊരു ബിസിനസ്സിൻ്റെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? എത്രത്തോളമാണ് സ്റ്റാഫിന്റെ സപ്പോർട്ട്? സ്റ്റാഫിന്റെ സപ്പോർട്ട് 100% അവരുണ്ട്. പ്രസ്ഥാനം അവരുടെയും കൂടി ആണല്ലോ. അതെ. ഇനിയിപ്പോൾ തൃപ്പൂണിത്തുറയിലെ കുറച്ച് കാര്യങ്ങൾ തങ്കച്ചൻ സാറിനോട് ചോദിച്ചാലാണ് അറിയാൻ പെടുന്നത്. ഈ തൃപ്പൂണിത്തുറ ഏരിയയിലാണല്ലോ മെയിനായിട്ട് നിങ്ങൾ നൗഫലും തങ്കച്ചനാണല്ലോ അല്ലേ? തങ്കച്ചൻ സാറും കൂടിയാണ് നോക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് ഈ തൃപ്പൂണിത്തുറ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ? കസ്റ്റമേഴ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പറാണെന്ന് അവർ പറഞ്ഞു. നമ്മളിവിടെ വന്ന ദിവസം തുടങ്ങി. കാരണം അവർ നമ്മളുമായിട്ട് ഇടപെടകാൻ തുടങ്ങിയ ദിവസം തുടങ്ങി നമ്മൾ ഈ വേറൊരു കച്ചവടത്തിന് അവരുടെ ഈ ബാക്കിയുള്ള ആൾക്കാരുടെ കച്ചവടം പോലെയല്ല, നമ്മുടെ കച്ചവടത്തിന് അവർ അതുപോലെയാണ്, തൃപ്തരാണ്. അതാണ് അത് വേറെ ഒരു കട ഈ തൃപ്പൂണിത്തുറ എറണാകുളം ജില്ലയിൽ ഇല്ലെന്നാണ് അത് ഇത് പറയുമ്പോൾ സംഗീത് സാറിന്റെ ഫേസിൽ തന്നെ ഉണ്ട് എന്തെങ്കിൽ ഒരു സന്തോഷം. ഇതേപോലെ തന്നെയാണ് കസ്റ്റമർ വരുമ്പോഴും ഈ ഒരു ചിരിച്ച മനസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ആൾക്കാർ അല്ലേ? അതാണ് നമ്മൾ എപ്പോഴും നമ്മള് കീപ്പ് ചെയ്യും. അതായത് നമ്മൾ വരുന്ന കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മുടെ ആൾക്കാരാണ്. അതെ, കാരണം നമുക്ക് അവർ പിന്നെയും വരണം. അതാണ് നമ്മുടെ തിയറി. അതായത് നമ്മള് ഇങ്ങനെ ഏറെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മള് വരുന്ന കസ്റ്റമർ ഹാപ്പി ആയിട്ട് വിടുക. നമ്മൾ ഏറ്റവും അവരുടെ നമ്മളാണ് സാധനം, അവരാ നമുക്ക് സാധനം മേടിക്കാൻ പറ്റുന്നത്. അതെ അതെ, നമ്മള് അവരൊരു വലിയ ആൾക്കാരല്ല. അതല്ല തങ്ങ സാറിന് ഇപ്പൊ അവിടുന്ന് കസ്റ്റമർ വരുമ്പോ തന്നെ
തിരിച്ച് പോകൂല അത് അല്ലേ സാറേ? അല്ല ആ ഒരു ഹാപ്പിനെസ് തീർച്ചയായിട്ടും. അല്ല നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ്? അപ്പൊ നമ്മളിപ്പോ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇത് കയറി വരുമ്പോഴേ നമ്മൾ അവരെ ചിരിച്ച് കാണിക്കുക നമ്മൾ കറക്റ്റ്. കാരണം അവരുടെ ആ ചിരിയിൽ നമ്മൾ അവർക്ക് പൂർണ്ണ ഇതായിരിക്കും, സന്തോഷിയായിരിക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ. പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇത് തൃപ്പൂണിത്തുറ വന്നിട്ട് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ 4 വർഷമായിട്ട് തൃപ്പൂണിത്തുറയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ? ഇതുവരെയായിട്ടും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അല്ലേ? അതാണ് കെയുടെ പ്രത്യേകത. ഇപ്പം സാറും പറഞ്ഞിരുന്നു ഇതേപോലെ തന്നെ, അതായത് നിങ്ങൾ ഇപ്പം എല്ലാവരും ഇതിനകത്ത് ഇതിൻ്റെ എല്ലാ ഓണേഴ്സ് ആണെങ്കിലും സ്റ്റാഫുകളും എല്ലാം ഒരേ സൗണ്ടിൽ തന്നെയാണ് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഐറ്റംസ് ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടു കൂടി. അതെ അതെ, അതാണ് ഏറ്റവും വലിയ വിജയം. അതാണ് ഈ കെ ഗ്രൂപ്പിന്റെ വിജയം എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ ഇത് കേട്ടോളാം ഇപ്പൊ ആൾക്കാരുടെ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് നമ്മളൊരു പുതിയ ബ്രാഞ്ച് അല്ല, ഇവിടുത്തെ പുതിയൊരു ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കസ്റ്റമറിന് സൗകര്യപ്രദമായ രീതിയിൽ പാർക്കിംഗ് ആണെങ്കിലും അവർക്കും ഇത് കാരണം വിശാലമായിട്ട് അവർക്ക് വന്ന് സന്തോഷത്തോടു കൂടി അവർക്ക് പാർക്ക് ചെയ്ത് സാധനങ്ങൾ ഇതിനകത്ത് കളക്ട് ചെയ്ത് പയ്യെ പോകാം. അതാണ് അവർക്ക് നമ്മൾ KE ഗ്രൂപ്പിന്റെ വിശേഷങ്ങൾ അറിഞ്ഞു. പുതിയൊരു അതിഥിയുമായി കാണുന്നവരെ ബൈ.